ചിക്കനും മീനൊക്കെ നമ്മൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഫ്രഷ്നെസ് പോകുന്നതായിട്ടുള്ള പരാതി പലർക്കുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നീട് എടുത്ത് കറി വെക്കുമ്പോഴൊക്കെ ആ ഒരു ഫ്രഷ് ഫീലിംഗ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു വേറെയും ടിപ്സൊക്കെ ഉണ്ട്. എല്ലാം കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഷ്ണങ്ങളൊക്കെ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ആ കറിയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണമെങ്കിൽ പിന്നെ ആ സമയത്ത് പോയിട്ട് ആ ഒരു കല്ലെടുത്തിട്ട് അതിലേക്ക് ഇട്ട് ചതയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. ആ കല്ല് പിന്നെ കഴുകാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്, നല്ല വെയിറ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ ഇതൊക്കെ ചതച്ചെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഈ ചൂടുള്ള പാത്രങ്ങളൊക്കെ ഇറക്കി വെക്കാനായിട്ട് ഇതുപോലത്തെ റിങ് കാണൂലേ, ഇതുപോലത്തെ ഈ ഒരു റിങ് എടുത്തിട്ട് നമ്മൾ കട്ടിംഗ് ബോർഡിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും മുകളിലായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു കല്ല് വെച്ചൊന്ന് ഇടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും തന്നെ തെറിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചതച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനിത് ഗ്ലാസിൻ്റെ ടേബിളിൽ വെച്ചിട്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് അധികം ഫോഴ്സിൽ ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് നമുക്ക് ആ ഒരു ഇടികല്ലൊന്നും എടുക്കാതെ തന്നെ ഇതൊക്കെ ഒട്ടും പുറത്തേക്ക് തെറിക്കാതെ ഇതുപോലെ ചതച്ചെടുക്കാൻ പറ്റും. ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനോ ഫിഷോ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മളിതുപോലെ പാനിൽ ഓയിൽ ഒഴിച്ച് ചൂടാവുന്ന സമയത്ത് ആദ്യം ഒരു 4-5 കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ചിക്കൻ ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഓയിലിന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഫസ്റ്റ് തന്നെ നമ്മളിതുപോലെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് ചെയ്യാറുള്ളവർ താഴെ കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് കാണാം. അടുത്ത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ 2-3 ഗ്രാമ്പോ അല്ലെങ്കിൽ ഈ കറുവപ്പട്ടയോ ഇതുപോലെ ഓയിലിലേക്ക് ആദ്യം തന്നെ ഇട്ട് കൊടുത്തിട്ടും നമുക്കിതുപോലെ ഫ്രൈ തയ്യാറാക്കാം. അപ്പോഴും ചിക്കൻ ഫ്രൈക്ക് പ്രത്യേക ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്യാറുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം. അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അതൊന്ന് മറിച്ചിടാനായിട്ട് ഇതുപോലത്തെ ടൂൾ യൂസ് ആക്കാറില്ലേ. അപ്പോൾ ഇങ്ങനത്തെ സംഭവം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്കിങ്ങനെ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത്. ഡ്രസ്സിലൊക്കെ നമ്മൾ കുത്തുന്ന ഒരു ക്ലിപ്പും പിന്നെ 2 ഫോർക്കും 4 റബ്ബർ ബാൻഡും മാത്രം മതി. ക്ലിപ്പ് ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ ഈ സൈഡിൽ ഇവിടെ ഒരു റബ്ബർ ബാൻഡ് ഇടുക, താഴെ ഇടുക. അതേപോലെ മറ്റേ സൈഡിലും 2 ആദ്യം ഇതുപോലെ ഇട്ട് വയ്ക്കുക. കണ്ടോ? ഇനി നമുക്ക് നമ്മുടെ ഫോർക്ക് ഇതിലൂടെ അങ്ങോട്ട് കയറ്റിയിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. ഫോർക്ക് ഇങ്ങനെ പിടിച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുകയെന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. ആദ്യം റബ്ബർ ബാൻഡ് ഇടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ കടത്തി വയ്ക്കാൻ പറ്റും. കണ്ടോ? ഇതേപോലെ 2 ഫോർക്കും ക്ലിപ്പിൻ്റെ 2 സൈഡിലായിട്ട് ഇതേപോലെ നമുക്ക് സെറ്റാക്കി കൊടുക്കാം. കണ്ടില്ലേ? ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ചിക്കനോ മീനോ ഒക്കെ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിടാനും ഒക്കെ യൂസ് ആക്കാം. ഇതുപോലെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുത്തു വെച്ചാൽ മതി. സ്റ്റീലിൻ്റെ ക്ലിപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കാണാനായിട്ട്. കണ്ടോ? ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ അതിനൊന്നും സമയമില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ആദ്യം ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ പുരട്ടി വെക്കുക. അതിനുശേഷം ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും എടുക്കുക. ഇപ്പോൾ ഞാനൊരു കത്തിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. ഒരു 5 മിനിറ്റിൽ ചിക്കൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ കയറിക്കോളും, നന്നായിട്ട് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും നന്നായിട്ട് പിടിച്ച് കിട്ടും നമുക്ക്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഇനി അടുത്തത് ചിക്കനോ മീനൊക്കെ കുറച്ചധികം വാങ്ങിയിട്ട് സ്റ്റോറാക്കി വെക്കുന്നവർക്ക് അത് നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മൾ അധികം സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഓരോ തവണയും നമുക്ക് എടുക്കേണ്ടത് ഓരോ ബാച്ചായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ ബോക്സിലാക്കിയിട്ട് അടച്ചു വെക്കാൻ നോക്കുക. അപ്പോൾ ഞാൻ ഒരു ബോക്സ് എടുത്തിട്ട് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുണ്ട്. ചിക്കനും നമ്മൾ ഇതേപോലെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ടാവണം. എന്നിട്ട് ഈ ബോക്സിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ കുറച്ച് പൊടിയുപ്പ് ഇങ്ങനെ വിതറി കൊടുക്കുക. കണ്ടോ? ഇത്രയും മതി, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവാണ്. അതുപോലെ ഈ ഒരു മീറ്റൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാനും ഉപ്പ് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് ഇടണ്ട. പിന്നെ നമ്മൾ ഉപ്പിട്ടിട്ടാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതെന്നുള്ളൊരു ഓർമ്മ നമുക്ക് പിന്നീട് അത് യൂസ് ആക്കുമ്പോഴും ഉണ്ടാവണം. അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നമ്മൾ ഇട്ടാൽ മതി. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു തവണ എടുക്കേണ്ട ചിക്കൻ നമ്മൾ ഈ ഒരു ബോക്സിലായിട്ട് ഇട്ട് വയ്ക്കുക. അതായത് ഇതേപോലെ ഒന്നാക്കിയ ശേഷം അതിൻ്റെ മുകളിലും ലേശം ഉപ്പൊന്ന് വിതറി കൊടുക്കുക. ഇനിയിപ്പോൾ കുറച്ചധികം ചിക്കനൊക്കെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇടയിലൊരു ലെയറും കൂടെ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്തിട്ട് വീണ്ടും കുറച്ച് ചിക്കൻ ഇടുക. പിന്നെ അതിൻ്റെ മുകളിൽ ലാസ്റ്റ് വീണ്ടും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മീറ്റ് കുറച്ച് ദിവസം എടുത്ത് വയ്ക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഇത് കീപ്പ് ചെയ്യാനായിട്ട് ഉപ്പ് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതിന് പകരം നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ഒരു ഉപ്പ് ഇതിൽ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്തിട്ടും എടുത്ത് വയ്ക്കാം. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ ആ രീതിയിലൊന്ന് ചെയ്തു നോക്കൂ കേട്ടോ. വെള്ളം ഒഴിച്ച് വെക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. മൊത്തത്തിൽ വെള്ളം ഒഴിച്ചിട്ട് മീറ്റിൻ്റെ മുകളിൽ നിൽക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിക്കും. അങ്ങനെയും സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതിനേക്കാളും ആ ഒരു ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡാണ്. അതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കുട്ടി കുട്ടി ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മടിക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ചാനൽ പുതുതായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. ഇനിയപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്